കെമിക്കലും സൈഡ് എഫക്റ്റുകളും ഒന്നുമില്ലാതെ 100% നേച്ചുറലായിട്ട് നമ്മുടെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ മുടി ഞാൻ കറുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ നരച്ച മുടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വകച്ചിലെടുക്കുന്ന എല്ലാ ഭാഗത്തും മുടിയുടെ ബാക്ക് സൈഡിലും ഈ ചെവിയുടെ സൈഡിലും ഒക്കെ തന്നെ അമ്മയ്ക്ക് നരച്ചിട്ടുണ്ട്. പുറമേ കാണുമ്പോൾ ദൂരത്തു നിന്നൊക്കെ കാണുമ്പോൾ നരച്ച മുടി അറിയില്ല, പക്ഷെ അടുത്ത് വരുമ്പോഴാണ്, അതേപോലെ തന്നെ വകച്ചിലെടുക്കുമ്പോഴും മുടി കെട്ടിവെക്കുമ്പോഴും ഒക്കെയാണ് നന്നായിട്ട് അത് ഫീൽ ചെയ്യുക. പക്ഷേ അമ്മയ്ക്ക് ഈ ഒരു കുറച്ച് നാളായിട്ടാണ് കേട്ടോ ഇതേപോലെ നന്നായിട്ട് ഉള്ളിൽ എല്ലായിടത്തും മുടി നരച്ചത്. കാരണം എന്താ വെച്ചാൽ അമ്മ ഞാനറിയാതെ കെമിക്കലായിട്ടുള്ള ഡൈ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലും അമ്മ നമ്മുടെ ഇവിടെയും ആണല്ലോ, വീട്ടിലും ആണല്ലോ ഉള്ളത്. അപ്പം ഞാൻ വരുന്ന സമയത്ത് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നെറ്റിയുടെ സൈഡിലും അതേപോലെ തന്നെ ചെവിൻ്റെ സൈഡിലൊക്കെ വെളുത്ത മുടി വരാൻ തുടങ്ങി, നന്നായിട്ട് അത് അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിത് യൂസ് ചെയ്തതെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ കെമിക്കലായിട്ടുള്ള ഡൈ യൂസ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് നല്ല രീതിക്ക് തലവേദന, അത് തേച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഫുള്ളായിട്ട് തലവേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% നേച്ചുറലായിട്ട് സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ അമ്മയ്ക്ക് മുടി കറുപ്പിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അമ്മയുടെ നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഹെന്ന പൗഡറാണ്. അപ്പോൾ അറ്റർ ആയുർവേദ എന്നുള്ള ബ്രാൻഡിൻ്റെ 100% നേച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡറാണ് ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത്. ഈ ഒരു ഹെന്ന പൗഡർ ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്, ആമസോണിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ തേയില വെള്ളം, നല്ല കട്ടയ്ക്കുള്ള തേയില വെള്ളം, 1 ഗ്ലാസ് വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കാച്ചിയെടുത്തതാണ് കേട്ടോ. ആ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് 1 മണിക്കൂർ നേരം ഞാൻ അങ്ങനെ തന്നെ വെച്ചു. 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മുടിയിൽ ഞാൻ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ രീതിയിൽ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ഓവർ നൈറ്റ് വെക്കണം. പക്ഷേ ഇവരുടെ ഈ ഒരു ഹെന്നാക്കൂട്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ, അല്ലെങ്കിൽ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മുടിയിൽ തേക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാക്ക് നമ്മുടെ നരച്ച മുടിയിൽ മുഴുവനായിട്ടും തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹെന്ന പാക്ക് നമുക്ക് പ്രായമായവർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പം മിഡിൽ ഏജ്, ഇപ്പോൾ ഒരു 10-17 വയസ്സ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവർക്കും മുടി നരയ്ക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, കുട്ടികൾ മുതൽ വയസ്സായവർ വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെന്നാക്കൂട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ട വിധം, നിങ്ങൾ നരച്ച മുടിയിൽ മുഴുവനായിട്ടും തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഹെന്നാക്കൂട്ട് നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ മുടി ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് മാസത്തിൽ 1 തവണ ഹെന്ന ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, കണ്ടില്ലേ? ഒരു നരച്ച മുടി, അതായത് നരച്ച മുടി ഒരെണ്ണം പോലും വിടാതെ എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ ഹെന്നാക്കൂട്ട് തട്ടിയാലൊന്നും യാതൊരു പ്രശ്നമില്ല, നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇപ്പം ഞാൻ അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത പോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം 1 മണിക്കൂർ നേരം ഈ ഒരു ഹെന്ന പാക്ക് നമ്മുടെ മുടിയിൽ തന്നെ വെക്കുക. 1 മണിക്കൂറിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ നിങ്ങളുടെ മുടി കഴുകിയെടുക്കുക. അങ്ങനെ നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുന്ന സമയത്ത് നരച്ച മുടി കംപ്ലീറ്റ് ആയിട്ടും തന്നെ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ്, ഓറഞ്ചിഷ് കളറായിട്ട്, നല്ലൊരു ഗോൾഡൻ, ഇങ്ങനെ തിളങ്ങുന്ന ഒരു കളറായിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങളുടെ കറുത്ത മുടി അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ കറുത്ത മുടിക്ക് കളർ ചേഞ്ച് വരില്ല. വൈറ്റ് ആയിരുന്ന നിങ്ങളുടെ ഹെയറിൽ മൊത്തത്തിൽ ഈ ഒരു നമ്മുടെ ഹെന്നാക്കൂട്ട് പിടിച്ച് ആ വെളുത്തിരുന്ന മുടി മുഴുവനായിട്ടും ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ടാവും. കറുത്ത മുടി അങ്ങനെ തന്നെ നിൽക്കും. ഇനി ഇതിൻ്റെ മീതെ നമ്മുടെ അറ്റർ ആയുർവേദയുടെ തന്നെ ഇൻഡിഗോ പൗഡർ, നീലിയമരി പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ കോംബോ പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതായത് നമ്മുടെ ഹെന്ന പൗഡർ ഉണ്ടാവും, അതേപോലെ തന്നെ ഇൻഡിഗോ പൗഡറും കോംബോ പോലെ ഫ്ലിപ്കാർട്ടിലുണ്ട്. അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും ഇത് വെയിറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത പാടെ നമ്മൾ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു ഗോൾഡൻ ഷെയ്ഡായി മുടിയിൽ ഞാൻ മുഴുവനായിട്ടും തന്നെ നമ്മുടെ നീലിയമരി പൊടിയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡായ മുടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു നീലിയമരിയുടെ ഈ ഒരു പാക്ക് തട്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾഡൻ മുടി അങ്ങനെ തന്നെ തെളിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നിങ്ങൾ ഒരേപോലെ നമ്മൾ ഹെന്ന എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് അതേപോലെ തന്നെ ഈ ഒരു നീലിയമരിയുടെ ഈ ഒരു പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ഓരോ മുടികളിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി കെട്ടി വയ്ക്കുക.
മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും നമ്മൾ 1 മണിക്കൂർ നേരം അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്യണം. 1 മണിക്കൂർ 2 മണിക്കൂർ വേണമെങ്കിലും വെക്കാം. പക്ഷേ മാക്സിമം 1 മണിക്കൂറെങ്കിലും ഈ ഒരു നീലയമരിയുടെ പാക്ക് നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം ഇതും നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ പറയാതെ തന്നെ അതിൻ്റെ ലൈവായിട്ടുള്ളൊരു റിസൾട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. അമ്മ പതിവിലും ഹാപ്പിയാണ്. എന്താണെന്നറിയോ, സാധാരണ അമ്മ ഡേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ വിസിബിൾ ആയിട്ട് അറിയോ അത്ര. അതായത് നമ്മളിങ്ങനെ ഡേ ചെയ്തതാണ് എന്നുള്ളത് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കാണുമായിരുന്നു അത്രേ. അപ്പോൾ അത് കാണുമ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു പാക്കിട്ട് മുടി കറുപ്പിച്ചപ്പോൾ അത് ശരിക്കും നേച്ചുറലായിട്ടുണ്ട്. നമ്മുടെ മുടി ഒന്നിനോടൊന്നിങ്ങനെ വേർതിരിഞ്ഞറിയുന്നില്ല. എല്ലാ മുടിയും ഒരേപോലെ 100% നേച്ചുറലായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നാണ് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ കെമിക്കലായിട്ടുള്ള ഡൈ യൂസ് ചെയ്യുന്നതിനും നേച്ചുറലായിട്ട് ഉള്ള രീതിയിൽ ഇങ്ങനെ മുടി കറുപ്പിക്കുന്നതിനും ഒരുപാട് വ്യത്യാസങ്ങളാണ്. അതും ഇതും തമ്മിൽ കമ്പയർ ചെയ്യാനേ പാടില്ല. അത്രയ്ക്കും ഒരു വ്യത്യാസമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് പറ്റിയ അതേ ഒരു പ്രശ്നം നിങ്ങൾക്കും പറ്റും. നമ്മുടെ കറുത്ത മുടി പോലും വെളുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ മുടി കറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് വരുമ്പോൾ പെർമനൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ നരച്ച മുടിയൊക്കെ കറുത്ത് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ഒരു പൗഡർ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാം. നല്ലൊരു ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.